ചർച്ചയിൽ CPM നിന്നും അഡ്വക്കേറ്റ് KS അരുൺകുമാർ, കോൺഗ്രസിൽ നിന്നും സന്ദീപ് വാര്യർ, അഡ്വക്കേറ്റ് ഷിബു മീരാനാണ് മുസ്ലിം ലീഗിൽ നിന്നും, AK അനുരാജ് വലത് നിരീക്ഷകൻ, NP ചക്കുട്ടി രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ അഡ്വക്കേറ്റ് അരുൺകുമാറിലേക്ക് പോകുന്നു. അരുൺ, ഇപ്പോൾ വർത്തമാനകാല കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിൽ നിന്നും എന്ത് തരം ഭീഷണിയാണ് കേരളത്തിനുള്ളത്? ഈ ചർച്ചയിൽ ആരൊക്കെയാ ഉള്ളേ എന്നോട് പറഞ്ഞേ. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, BJP അനുഭാവി, മാധ്യമപ്രവർത്തകൻ. തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം പ്രധാനപ്പെട്ട മാധ്യമത്തിൽ കോൺഗ്രസിന്റെ പ്രതിനിധി, ലീഗിന്റെ പ്രതിനിധി, വലതുപക്ഷ നിരീക്ഷകർ. കൊള്ളാം, ഏതായാലും നല്ല പാനലാണ്. ഞാൻ ഈ പാനലിനെ അഭിനന്ദിക്കുകയാണ്. LDF-ലും ഘടകകക്ഷികളുണ്ട്. ആ ഘടകകക്ഷികളൊന്നും നിങ്ങളുടെ കണ്ണിപ്പെടില്ല. UDF-ന്റെ ഘടകകക്ഷികൾ കോൺഗ്രസും ലീഗും. നിങ്ങൾക്ക് കുറച്ചുകൂടെ മറ്റ് ഘടകകക്ഷികളെ കൂടെ വിളിക്കാമായിരുന്നു. അത് ഞാൻ ആദ്യം തന്നെ നിങ്ങളുടെ ശ്രദ്ധപ്പെടുത്തി. ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്കും ചില കാര്യങ്ങൾ പരത്താം. അഡ്വക്കേറ്റ് കുമാർ പറയുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി ഉന്നയിച്ച വാദം, അതിന് മറുപടി, മുഖ്യമന്ത്രി ആർക്കൊക്കെതിരെയാണോ ആരോപണം ഉന്നയിച്ചത് അവരുടെ പ്രതിനിധികളെയാണ് ഈ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നത്. കാരണം ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രത്യേക സംവിധാനവുമായി സഖ്യമുള്ളവർ എന്ന രൂപത്തിലാണ് ലീഗിനെയും കോൺഗ്രസിനെയും വിളിച്ചത്. ഇനി അങ്ങേക്ക് പറയാം. ഇല്ല, എക്സ്പ്ലനേഷൻ കൊള്ളാം. കേരളത്തിലെ ജനങ്ങൾ ആ എക്സ്പ്ലനേഷൻ കേൾക്കട്ടെ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം ചർച്ചയിൽ കോൺഗ്രസ്, ലീഗ്, 2 വലതുപക്ഷ നിരീക്ഷകർ, ഒരു CPM പ്രതിനിധി, 5:1:4. ജനങ്ങളത് കേൾക്കട്ടെ. ഏതായാലും താങ്കൾ ചോദിച്ച ചോദ്യം 3 ദിവസമായി മുഖ്യമന്ത്രി വളരെ കൃത്യമായി തന്നെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിൽ കൃത്യമായി തന്നെ വ്യക്തമാണ്, ഇവിടെ ജമാഅത്തെ ഇസ്ലാമി പരസ്യമായി ജമാഅത്തെ ഇസ്ലാമിയുമായി UDF കൂട്ടുകൂടിയിരിക്കുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥി വിജയിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ ഏറ്റവും ആദ്യം ആഹ്ലാദ പ്രകടനം നടത്തിക്കൊണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ ഓഫീസിന് മുന്നിലേക്കാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രകടനം പോയത്. അതേപോലെ തന്നെ അടുത്ത കാലത്ത് കോൺഗ്രസ് തന്നെ അഡ്മിറ്റ് ചെയ്യുകയാണ്, ഒരു 2018 ശേഷം 19 ശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിൽ പരസ്യമായി തന്നെ ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയും SDP-യുമായിട്ട് സഖ്യമുണ്ട് എന്ന് അഡ്മിറ്റ് ചെയ്യുന്നു. ഇവിടെ ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തന്നെ SDP-യുടെ സ്ഥാനാർത്ഥിമാരെ, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിമാരെ തന്നെ പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടു. സ്വന്തം പാനൽ പ്രഖ്യാപിക്കുമ്പോൾ 1-2 സ്ഥാനാർത്ഥിമാർ ജമാഅത്തെ ഇസ്ലാമി നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളെ കൂടി UDF-ന്റെ പാനലിലുള്ള സ്ഥാനാർത്ഥികൾ എന്ന രൂപത്തിൽ പ്രഖ്യാപിക്കുന്നതും അടുത്ത ദിവസം നമ്മൾ കണ്ടു. അതായത് കേരളത്തിൽ LDF-നെ നേരിടാൻ UDF-ന് ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും NDF-ന്റെയും SDP-യുടെയും ഒന്നും പിന്തുണയില്ലാതെ പറ്റില്ല എന്ന യാഥാർത്ഥ്യത്തിലേക്ക് UDF തന്നെ അംഗീകരിക്കുന്നത് നമ്മൾ കാണുകയാണ്. ആ യാഥാർത്ഥ്യമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. അതൊരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ SDP-യും ഉൾക്കൊള്ളുന്നു, UDF-ഉം ഉൾക്കൊള്ളുന്നു. SDP-ഐ ശരിക്കും പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി ഒരു മതരാഷ്ട്രവാദികളല്ല, അവർ അതിൽ നിന്നൊക്കെ മാറി എന്ന് പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചത് ആരാണെന്ന് നമുക്കറിയാം, സാക്ഷാൽ VD സതീശൻ തന്നെയാണ്. അത് മതരാഷ്ട്രവാദികളിൽ നിന്ന് മാറി എന്ന് പ്രഖ്യാപിക്കാൻ ശരിക്കും ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ആളുകളല്ല പ്രഖ്യാപിച്ചത്, മറിച്ച് VD സതീശൻ പ്രഖ്യാപിക്കുന്നു. അതിൽ അവർ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് മഹാസഖ്യം LDF-നെതിരെ ഉണ്ടാക്കിയാലും ആ മഹാസഖ്യം ജനങ്ങൾ തിരിച്ചറിയും. അത്തരം സഖ്യങ്ങൾക്ക് ജനങ്ങളുടെ മുന്നിൽ ഒരു സ്ഥാനമില്ല എന്ന് തെളിയിക്കും. ഇവിടെ മതരാഷ്ട്രവാദികൾ ഭൂരിപക്ഷ മതത്തിന്റെ പേരിലായാലും ന്യൂനപക്ഷ മതത്തിന്റെ പേരിലായാലും അവരെ ഒറ്റപ്പെടുത്തുന്ന നിലപാടാണ് എല്ലാ ഘട്ടത്തിലും ഈ കേരളം സ്വീകരിച്ചത്. ഇവിടെ വോട്ടുണ്ടാവില്ല. ശരി, എന്റെ ആദ്യ ചോദ്യത്തിന് അങ്ങ് മറുപടി പറഞ്ഞില്ല. ഈ വർത്തമാനകാല കേരളത്തിൽ എന്താണ് അവരിൽ നിന്ന് ഉയരുന്ന ഭീഷണി? ഇപ്പോൾ ഒരു ഭീഷണി ഉണ്ടാകണമല്ലോ. ഈ മതരാഷ്ട്രവാദം എന്നുള്ള പ്രസംഗം ഇവിടെയൊക്കെ പ്രസംഗിച്ച് നടന്ന് ആളുകൾക്ക് ഭീതി ഉണ്ടാക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കണമല്ലോ. അത് നമ്മൾ കാണുന്നുണ്ടോ എന്നുള്ള ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നിങ്ങളുമായി സഹകരിക്കുമ്പോൾ, നിങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ, നിങ്ങളുടെ നേതാക്കൾ കൂടിക്കാഴ്ചകൾ നടത്തുമ്പോൾ അപ്പോഴില്ലാത്ത മതരാഷ്ട്രവാദം ഇപ്പോഴെങ്ങനെയാണ് ഉണ്ടാകുന്നത്? മതരാഷ്ട്രവാദം ഒരു ഏതെങ്കിലും മാസത്തിൽ ഒരു ദിവസം മുഹൂർത്തം നിശ്ചയിച്ചിട്ട് ഉന്നയിക്കുന്ന സാഹചര്യമല്ല ഉള്ളത്. അവരുടെ തിയറി തന്നെ, അവരുടെ പ്രസ്ഥാനം രൂപപ്പെടുന്നത് തന്നെ, അവരുടെ ആശയത്തിന്റെ അടിത്തറ തന്നെ മതരാഷ്ട്ര നിർമ്മിതിയാണ്. മതത്തിന്റെ പേരിൽ രാഷ്ട്രം നിർമ്മിക്കുക എന്നതാണ്. അവർ ആദ്യഘട്ടത്തിലൊന്നും രാഷ്ട്രീയത്തിൽ ഇടപെടുന്നുണ്ടായിരുന്നില്ല. രാഷ്ട്രീയത്തോട് അവർക്ക് അവരുടേതായിട്ടുള്ള ഇടപെടുന്ന ഒരു സാഹചര്യമേ ഉണ്ടായിരുന്നില്ല. ഒരു പ്രത്യേക ഘട്ടത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 85-ന് ശേഷം അവർ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ തീരുമാനിക്കുന്നു.
ആ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് മതരാഷ്ട്ര നിർമ്മിതിയിലേക്കുള്ള വേഗത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. അതിനു വേണ്ടിയിട്ടുള്ള അജണ്ട വച്ചുള്ള പ്രവർത്തനം തന്നെയാണ് അവർ അന്നും തുടരുന്നത്, ഇന്നും തുടരുന്നത്. ചില ഘട്ടങ്ങളിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്യും, ഞങ്ങൾ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കില്ല, സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്യും എന്ന് പ്രഖ്യാപിക്കുകയും എന്നിട്ട് അവർ ഇന്ന ആളുകൾക്ക് വോട്ട് ചെയ്തു എന്ന് പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കൃത്യമായി UDF ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിനാണ് ഞങ്ങളുടെ പിന്തുണ എന്ന് അവർ പ്രഖ്യാപിക്കുകയും UDF പരസ്യമായി അവരുടെ പിന്തുണ സ്വീകരിക്കുകയും ചെയ്യുന്നു. അന്നും അവർ മതരാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്നു, ഇന്നും മതരാഷ്ട്രത്തിന് നിലകൊള്ളുന്നു. അങ്ങിപ്പോ ചോദിക്കുന്നത് ഇപ്പോഴെന്താണ് പ്രകോപനം, ഇപ്പോഴെന്താണ്? എന്നും അത് തന്നെയാണ് സാഹചര്യം. അപ്പോൾ നിങ്ങളെ പിന്തുണച്ച സാഹചര്യത്തിൽ രാജ്യത്തെ നിർമ്മിക്കാൻ വേണ്ടി ഭരണഘടനയെ വരെ ദുർബലപ്പെടുത്തി ശ്രമിക്കുന്നു. നിങ്ങളെ പിന്തുണച്ച അത് ചോദ്യത്തിന് മറുപടിയിലേക്ക് വരുന്നില്ല, അങ്ങ് പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ ചോദിച്ചത്രേ ഉള്ളൂ, നിങ്ങളുടെ കാലത്ത് നിങ്ങളെ പിന്തുണച്ചിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ മതരാഷ്ട്രവാദം പറഞ്ഞ് അവരെ മാറ്റി നിർത്തുന്ന പരിപാടി ഉണ്ടായിരുന്നില്ലെന്നേ. നിങ്ങൾ അങ്ങോട്ട് കാണാൻ പോകുന്നു, നിങ്ങൾ അങ്ങോട്ട് കാണാൻ പോകുന്നു, തമ്മിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നു. അവർക്ക് പല പല സംവിധാനങ്ങളിലും അവരുടെ സാന്നിധ്യം ഉറപ്പിക്കുന്നു. അതിൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ തന്നെ പറഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങളിലും വഖഫ് ബോർഡിലും അതോടൊപ്പം തന്നെ വേറെ എന്തിലൊക്കെയാണ് വഖഫ് ബോർഡിൽ നിങ്ങളുടെ പ്രതിനിധി ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധി ഉണ്ടായിരുന്നു. അതല്ലാതെ പാലോളി കമ്മിറ്റിയിലും ഉണ്ടായിരുന്നു. അങ്ങനെ പല സംവിധാനങ്ങളിലും ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധികൾ അവരെ ആവശ്യപ്പെടാതെ തന്നെ അവരുടെ പ്രതിനിധിയെ വെച്ചു എന്നാണ് പറയുന്നത് അരുൺകുമാർ. അങ്ങനെയല്ലെങ്കിൽ അങ്ങേക്ക് അത് ഖണ്ഡിക്കാം. അങ്ങ് പറഞ്ഞത് CPM-ന്റെ പ്രതിനിധിയായിട്ട് വന്നിരിക്കുന്ന ഞാൻ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ്. അത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രത്യേകത. ഞങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കും. നിങ്ങൾ പറയൂ, ക്ഷമിക്കൂ, ക്ഷമിക്കൂ. ഇങ്ങനെ അരോചകമായിട്ട് ഞങ്ങളുടെ ശബ്ദം കേൾക്കാൻ അങ്ങയ്ക്ക് വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ വെറുതെ എന്തിനാണ് ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുന്നത്? ഇപ്പൊ ഒരു കോൺഗ്രസും ഒരു ലീഗും ഇരുന്നല്ലോ, ഇനി ഒരു ജേക്കബ് ഗ്രൂപ്പിനെടുത്ത് ഒരു ജോസഫ് ഗ്രൂപ്പിനെടുത്ത് നിങ്ങളുടെ ചർച്ച പൂർത്തിയാക്കും. 2 വലതുപക്ഷ നിരീക്ഷകരെ ഇരുത്തിയേക്കാം. ഞാൻ ഈ ചർച്ചയിൽ നിന്ന് പിൻവാങ്ങിയേക്കാം. ഇത്തരത്തിൽ അരോചകമായിട്ട് ഈ ചർച്ച നയിച്ചു കൊണ്ടുപോകല്ലേ. ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്. ഒരു ഘട്ടത്തിലും ഞങ്ങൾ അങ്ങോട്ട് പോയി ചർച്ച നടത്തിയിട്ടില്ല. ഇന്ന് മുഖ്യമന്ത്രി നിങ്ങളുടെയൊക്കെ ചോദ്യത്തിന് കൃത്യമായിട്ട് പറഞ്ഞല്ലോ, CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ അനുവാദം ചോദിച്ചു പലരും വരും. അവർക്ക് വരാം, സംസാരിക്കാം, പോകാം. ഞങ്ങളുടെ ആതിഥ്യ മര്യാദ അനുസരിച്ച് അവരെ വന്നു കഴിഞ്ഞാൽ അവർ പറയുന്നത് കേൾക്കും. മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഇത് സോളിഡാരിറ്റിയുടെ ആളാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോ ഇത്രയും വലിയ മനുഷ്യവിരുദ്ധർ, നാടിന്റെ വിരുദ്ധർ ആണല്ലോ ഇവർ എന്ന് നേരെ നോക്കി ചോദിച്ചു. അവർ ഈ രാജ്യത്തിന്റെ നല്ല നിലപാടുകൾ അല്ലെങ്കിൽ നാടിനെ നല്ല രൂപത്തിൽ നയിക്കാൻ എടുക്കുന്ന തീരുമാനങ്ങൾക്കെല്ലാം എതിര് നിൽക്കുന്നവരല്ലേ ഈ സോളിഡിറ്റിക്കാർ എന്ന് മുഖത്തു നോക്കി ചോദിച്ചു എന്ന് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയല്ലേ പറഞ്ഞത്. അതുകൊണ്ട് അന്നും ഇന്നും ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ്. ഞങ്ങളുടെ ഓഫീസിലേക്ക് വന്നു, കണ്ടു, സംസാരിച്ചു, പോയി എന്ന് വെച്ച് നിങ്ങൾ വലിയ സഖ്യമല്ലേ, മറ്റല്ലേ, മറച്ചല്ലേ. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നോക്കി വോട്ട് ചെയ്യും എന്ന് പറഞ്ഞ് പല നിലപാട് അവരെടുത്തിട്ടുണ്ടാകാം. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, ഞങ്ങൾക്ക് മനുഷ്യരുടെ വോട്ട് മതി, വർഗീയവാദികളുടെ വോട്ട് വേണ്ട. അത് ഭൂരിപക്ഷ വർഗീയതയുടെയും വേണ്ട, ന്യൂനപക്ഷ വർഗീയതയുടെയും വേണ്ട. ഈ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം നിരവധി രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള ദിവസം നിങ്ങൾ കേന്ദ്രീകരിക്കുന്നു. നിങ്ങൾ ഒരു പ്രശ്നത്തിൽ മാത്രം കേന്ദ്രീകരിച്ചു അത് പിൻവലിക്കണം. കാരണം ഈ മുഖാമുഖം മുഖ്യമന്ത്രി നടത്തി 3 ദിവസങ്ങളിലും മുഖാമുഖത്തിൽ ആദ്യം 3-4 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ ശേഷം അദ്ദേഹം എഴുതി തയ്യാറാക്കിയ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ ഒരു കാണ്ഡമായ ലേഖനം അങ്ങ് വായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഒരു പ്രാധാന്യം നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ അത് ഉന്നയിക്കുമ്പോൾ പിന്നെ നമുക്ക് ചോദിക്കണ്ടേ? തെറ്റിദ്ധാരണ. അതായത് കേരളത്തിൽ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുമ്പോൾ ഒരു 40-45 മിനിറ്റ് പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങളോട് പറയും, മാധ്യമങ്ങളോട് പറയും. ഒരു 10-15 മിനിറ്റ് ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരം കൊടുക്കും. എന്നാൽ ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ടുള്ള പത്രസമ്മേളനം അങ്ങ് ശ്രദ്ധിച്ചോ? 5 മിനിറ്റ് പറയും, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി പറയും. 55 മിനിറ്റും ഈ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രാദേശിക വിഷയം, ദേശീയ വിഷയം, ഇന്റർനാഷണൽ വിഷയങ്ങൾ അടക്കം ചോദിച്ചത് കൃത്യമായിട്ട് മറുപടി പറയുകയാണ്. പുറത്തുനിന്നുള്ള വിഷയം അത് മുഖാമുഖമാണ്, അതിനാണ് അദ്ദേഹം ചെല്ലുന്നത്. ആരോടാ മുഖാമുഖം നടത്തിയേ? കേരളത്തിലെ മാധ്യമങ്ങളുമായിട്ടല്ലേ മുഖാമുഖം നടത്തിയേ? മുഖ്യമന്ത്രി എന്ന രൂപത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ വിഷയങ്ങൾ പത്രസമ്മേളനം നടത്താൻ ഗവൺമെന്റ് വിഷയങ്ങൾ പറയില്ല. ആ മുഖാമുഖമാണെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങളല്ലേ ചോദ്യം ചോദിച്ചത്? എറണാകുളത്ത് ആ മുഖാമുഖത്തിൽ പങ്കെടുത്തിയ ആളാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങളെ ഏത് വിഷയവും ചർച്ച ചെയ്തോ, ഏത് വിഷയവും ചർച്ച ചെയ്യാനുള്ള പ്രൊറോഗേറ്റീവ് നിങ്ങൾക്കുണ്ട്. അതിലൊന്നും ഞങ്ങൾ ഇടപെടുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം
ഈ കാര്യങ്ങളിലുള്ള നയം വ്യക്തമാണ്. അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി കൃത്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ല, അഡ്വക്കേറ്റ് അരുൺകുമാർ, അത് ഓരോ കാലത്ത് ഓരോന്നാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതിലേക്ക് അങ്ങ് വരുന്നേയില്ല. നിങ്ങളെ പിന്തുണച്ച സമയത്ത് നിങ്ങൾ ഇങ്ങനെയല്ല പറഞ്ഞിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച്. പറയട്ടെ, മണ്ടത്തരം പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ വായിക്കാം. അല്ല, മണ്ടത്തരങ്ങൾ ഞാൻ കുറച്ച് മണ്ടത്തരങ്ങൾ വായിക്കാം. പാർട്ടി പത്രത്തിൽ തന്നെ വന്നിട്ടുള്ള വാർത്തകളുണ്ട്. നിലപാടുള്ള സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. മുസ്ലിം സംഘടനകളിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു. കണ്ണൂരിൽ ഇതേപോലൊരു മീറ്റ് ദ പ്രസിലാണ് അദ്ദേഹം സംസാരിച്ചത്. ദേശീയ സാർവദേശീയ രംഗത്തൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് വെച്ചാണ് ഓരോ കാലഘട്ടത്തിലും അവർ നിലപാടെടുത്തത്. ഓരോ മണ്ഡലത്തിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ നോക്കി വോട്ട് ചെയ്തിരുന്ന സമീപനമാണ് ജമാഅത്തെ ഇസ്ലാമി മുമ്പ് സ്വീകരിച്ചിട്ടുള്ളത്. ഇത്തവണ ആദ്യമായിട്ടാണ് അവർ ഇടതു മുന്നണിക്ക് പിന്തുണ നൽകുന്നത്. അപ്പോൾ ആ പിന്തുണയ്ക്ക് നന്ദി പറയുന്നു എന്നുള്ള കാര്യമടക്കമാണ് ഒരു തലക്കെട്ടായി വന്നിരിക്കുന്നത്. ഇടതുപക്ഷത്തിന് ശക്തി വരണമെന്ന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞതും അന്ന് വാർത്തയായിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയായി സംസാരിച്ചത് വാസ്തവമെന്ന് മുമ്പും പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. അതിന് രമേശ് ചെന്നിത്തല എന്തിനാണ് അതിന് ബുദ്ധിമുട്ടുന്നത് എന്നൊരു മറുപടി അന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് നൽകിയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായ കാര്യങ്ങളാണ്. ഇതിലൊക്കെ പത്രക്കട്ടിങ്ങുകളും ഫോട്ടോകളും ഒക്കെ തെളിവായിട്ടുണ്ട്. അധികം പിന്നാക്കം പോകേണ്ട കാര്യമില്ല. 2004, 2011, 2009, 96 പാർട്ടി മുഖപത്രത്തിലെ മുഖപ്രസംഗവുമുണ്ട്. ഇതൊന്നും ഞങ്ങൾ നിഷേധിച്ചില്ലല്ലോ. ഞങ്ങൾ എന്താ പറഞ്ഞേ? CPMന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ഇവരുടെ നേതാക്കന്മാർ വന്നു. വിളിച്ചു ചോദിച്ച് അനുവാദം ചോദിച്ചിട്ടാണ് വന്നത്. ആ അനുവാദം ചോദിച്ചപ്പോൾ അനുവാദം അനുവദിച്ചു. അവർക്ക് പറയാനുള്ളത് പറഞ്ഞു. അവർ പലരെയും പരിചയപ്പെടുത്തിയപ്പോൾ മുഖത്ത് നോക്കി ഈ രാജ്യത്തിനെതിരെ, നാടിനെതിരെ നിലനിൽക്കുന്നവരല്ലേ നിങ്ങൾ എന്ന് ചോദിച്ചു. അവരങ്ങനെ ഇറങ്ങിപ്പോയി. അവർ പല ഘട്ടത്തിലും എടുത്ത നിലപാട്, ഏറ്റവും ആദ്യം രാഷ്ട്രീയത്തിൽ ഇടപെടില്ല എന്നുള്ള നിലപാടെടുത്തു. പിന്നെ രാഷ്ട്രീയത്തിൽ ഇടപെട്ടു തുടങ്ങി. പിന്നെ സ്ഥാനാർത്ഥികളെ കണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഇടതുപക്ഷത്തിന് ശക്തി വരണമെന്ന് അവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അവർ പറയാൻ പാടില്ല എന്ന് പറയാൻ കഴിയുമോ? ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് മതരാഷ്ട്രവാദികളുടെ പിന്തുണ വേണ്ട. അന്നും വേണ്ട, ഇന്നും വേണ്ട, ഇനിയും വേണ്ട. നിങ്ങൾ ഏത് പത്രം ഏത് അഡ്വക്കേറ്റ് അരുൺകുമാറിന് എന്താ ആ സമയത്ത് അത് കേൾക്കുന്നില്ലേ? പിണറായി വിജയൻ പറഞ്ഞ വാചകല്ലേ ഞാൻ വായിച്ചത്? എന്റെ ചെവിക്ക് കുഴപ്പമൊന്നുമില്ല. താങ്കളുടെ ചെവി താങ്കൾ പരിശോധിച്ചാൽ മതി. നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള വാചകങ്ങൾ വായിക്കും. ആ എഡിറ്റോറിയലിന്റെ അടിയിലേക്ക് അതല്ല വായിച്ചത്, ഞാൻ വാർത്തയാണ് വായിച്ചത്. അത് 96 അല്ല, 2011 അറിയില്ലല്ലോ. അല്ല ഞാനിരിക്കുന്നതും താങ്കൾ ശ്രദ്ധിക്കൂ, ഞാനും താങ്കളും ഒരു ഫ്ലോറിലോ ഒരു സ്റ്റുഡിയോയിലല്ലല്ലോ ഇരിക്കുന്നത്. താങ്കൾ എവിടെ നിന്നെടുത്ത് എന്താണ് വായിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇരിക്കുന്നത് താങ്കൾ ഇരിക്കുന്നത് വളരെ ദൂരെയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ജമാഅത്തെ ഇസ്ലാമിൽ നിന്ന് പിന്തുണ സ്വീകരിച്ചിരുന്ന കാലത്തെ ഒന്ന് വിശദമായി ഒന്ന് പരിശോധിച്ചാൽ അങ്ങേക്ക് കൃത്യമായ വാചകങ്ങളിലേക്ക് എത്താൻ പറ്റും. Debate with Smriti Parathikkad.